ഇത് കിർണിയാണ്. സപ്പോട്ട ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. ചിക്കു എന്ന് പറയും. സപ്പോട്ട ഇത് 2 വർഷം പ്രായമായാൽ ഇത് ഇത്തിരി വണ്ണം വരും. ഒരു ചെറുവരലിൻ്റെ ഒക്കെ വണ്ണം വരും. അപ്പോൾ നമ്മൾ സപ്പോട്ടയുടെ ഇത് സായോണ്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇപ്പോൾ ഈ ഇല ഇങ്ങനെ കളഞ്ഞ് 2 ഇല നിർത്തി ഇവിടെ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് അത് ഗ്രാഫ്റ്റ് ചെയ്യും. ഇപ്പോൾ കൊളോബ്രിയം പറഞ്ഞ പോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്രീൻ ഹൗസ് ഇതിൻ്റെ പോളി ഹൗസിൻ്റെ ഉള്ളിൽ ചേംബ്രയിൽ വെക്കും. ചേംബ്രയിൽ വെച്ചാൽ ഒരു മാസം കഴിഞ്ഞാൽ അത് പൊളിച്ച് കഴിഞ്ഞിട്ട് ഗ്രീൻ ഹൗസിൽ വെക്കും. അപ്പോൾ അത് പിടിച്ചെന്നായി. എന്നിട്ട് പിന്നെ ഇത് ഇങ്ങനെയും കൊടുക്കും, ഗ്രോ ബാഗിലാക്കിയിട്ട് കൊടുക്കും. നല്ല പെട്ടെന്ന് കായ്ക്കും. 3 വർഷം കൊണ്ട് കായ്ക്കും. 2 തരം ഉണ്ട്. ഓവലും ഉണ്ട്, പിന്നെ ക്രിക്കറ്റ് ബോളും ഉണ്ട്. സപ്പോർട്ടിന് 2 തരം ഉണ്ടല്ലേ? 2 തരം ഉണ്ട്. ഓവൽ ക്രിക്കറ്റ് ബോൾ. ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്നത് ഏതാ? രണ്ടും ഉണ്ട്. 3 വർഷം കൊണ്ട് കായ്ക്കും. 3 വർഷം കൊണ്ട് കായ്ക്കും. എന്താ വില? ഇതിന് വില 75 രൂപ. മുണ്ടേരി ഫാമിൽ നിന്ന് വന്നാൽ മതില്ലേ? ഇതിങ്ങനെ കൊടുക്കണാണ് കേട്ടോ. അപ്പോൾ കിർണി എന്ന മരത്തിൽ നിന്നും അതിൻ്റെ വിത്ത് ശേഖരിച്ചുകൊണ്ട് തൈകൾ ഉണ്ടാക്കുന്നു. കിർണിയുടെ തൈകൾ ഉണ്ടാക്കിയിട്ട് അത് എത്ര മാസം കഴിഞ്ഞിട്ട് അത് ബിഡ് ചെയ്യാം? 2 വർഷം 1 വർഷം കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ വണ്ണമുള്ളതും ഉണ്ട്, വണ്ണമില്ലാത്തതും ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ണത്തിനനുസരിച്ചിട്ടാണ് ചെയ്യുക. ആ സയോൻ്റെ വണ്ണം വേണം ഇതിനും. ഇത് റൂട്ട് സ്റ്റോക്കാണ്. ഒരു കൈവിരലിൻ്റെ വണ്ണം വേണം. അത് വേണം. ഒരു ചെറുവരലിൻ്റെ ഒക്കെ വണ്ണം വേണം. അപ്പോൾ സപ്പോട്ടമേ ബെഡ് ചെയ്യാൻ പറ്റില്ലല്ലേ? സപ്പോട്ടമേ ബെഡ് ചെയ്യാം. അത് ബെഡല്ല, ഗ്രാഫ്റ്റ്. അത് അധികം വിജയിച്ചിട്ടില്ല. ഇത് കിർണിമലാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെയധികം സക്സസ്ഫുൾ ആണ് ഈ കിർണി. അതെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 100% പിടിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാളിൽ വെച്ചത് മുഴുവനും ഇവിടെ ഞങ്ങൾ ചെയ്തത് തന്നെയാണ്. മുണ്ടേരി ഫാമിലുള്ള ഈ കിർണി എന്ന നഴ്സറിയുടെ മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. കിർണി എന്ന ഈ നഴ്സറി 1 വർഷത്തോളം ഈ തൈ ഉണ്ടാക്കിയതിന് ശേഷം നല്ല ആരോഗ്യമുള്ള തൈ ആയതിനു ശേഷം അതിന്മേൽ സപ്പോട്ട ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ മുണ്ടേരി ഫാമിൽ കാണുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ നല്ല സപ്പോട്ട തൈകൾ കിട്ടുന്നതാണ്.